ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ കഥാ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മൾ ഇനി കാണാൻ പോകുന്ന കാഴ്ച അനുവിൻ്റെയും ആലോകിൻ്റെയും കോടതി വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ അനുവിനെയും കൂട്ടിക്കൊണ്ട് ബാലൻ കോടതിയിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. അങ്ങനെ അനുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ എനിക്ക് ആകെ ടെൻഷനായിട്ടോ. ബാലൻ പറഞ്ഞു, മോളുടെ കൂടെ ഈ അച്ഛനില്ലേ, ഒരു കാര്യം ചെയ്യാം, ആര്യ നിനക്കിന്ന് പണിക്ക് പോകണമെന്നുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല അച്ഛാ. എന്താ അച്ഛാ, കോടതിയിൽ വരാൻ വേണ്ടിയിട്ടാണോ? ഞാൻ വരാ അച്ഛാ എന്ന് പറയാണ്. ശരി മീനാക്ഷി, മോൾക്കിന്ന് ലീവ് എടുക്കാൻ പറ്റുമോ? അതിനെന്താ അച്ഛാ, അനുമോളുടെ കാര്യത്തിന് ലീവ് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആളുടെ കാര്യത്തിന് ലീവ് എടുക്കാനാ? ഞാൻ ലീവ് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി വാ, നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അനുക്ക് കുറച്ച് സപ്പോർട്ടായിരിക്കും എന്ന് പറയാണ്. ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് ആര്യനും മീനാക്ഷിയും കൂടി അവരുടെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതിയിൽ അവർ രാവിലെ തന്നെ വരുന്നുണ്ട്. ഇവരുടെ വാദം 11 മണിക്കാണ്. 10 മണിക്കാണ് ഇവർ അവിടെ എത്തുന്നുണ്ട് കേട്ടോ. കാരണം നേരത്തെ എങ്ങാനും വിളിച്ചാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇവർ കോടതിയിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴാണ് അവർക്ക് ഒരു പോലീസ് വണ്ടി വരുന്നത് കേട്ടോ. ആ പോലീസ് വണ്ടിയിൽ അലോകാണ് ഇറങ്ങുന്നത്. അലോക് പിന്നെ ആകെ ചതന്റെ കോലത്തിലാണ് കേട്ടോ. മുഖത്തും കയ്യിലും കാലിനൊക്കെ നല്ല പാടുകളും നീർക്കെട്ടൊക്കെ നന്നായിട്ടുണ്ട്. അലോക് അവിടെ ഇങ്ങനെ ആകെ ക്ഷീണിച്ചിങ്ങനെ ഇറങ്ങണ കാണുമ്പോൾ തന്നെ എനിക്കൊരു ടെൻഷൻ ആവാണ്. കാരണം വേറൊന്നുമല്ല, അലോകിനെ അത്രമാത്രം പോലീസുകാർ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യവും വൈരാഗ്യവും ഇനിയിപ്പോൾ അലോകിന് ദൈവമംഗലം കാര്യത്തിൽ ഉണ്ടാവുമല്ലോ, ആ ഒരു ടെൻഷനാണ് അനുവിന്. അങ്ങനെ ജീപ്പിന്ന് ഇറങ്ങി അലോക് ആദ്യം നോക്കണത് അനുവിനെ തന്നെയാണ് കേട്ടോ. അനുവിനെ വല്ലാതെ ദയനീയാവസ്ഥയെ നോക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അനു വിചാരിച്ചാൽ മാത്രമേ തനിക്ക് പുറത്തിറങ്ങാനും ജാമ്യം കിട്ടാനും ഒക്കെ സാധിക്കുള്ളൂ എന്ന് നമുക്ക് അലോകിനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അലോക് വളരെ വളരെ വിഷമത്തോടു കൂടി അനുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാര് അലോകിനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അലോകിന്റെ വക്കീൽ അലോകിന്റെ അടുത്തേക്ക് ഒന്ന് പറയേണ്ടതേ, ഒന്നും കൊണ്ട് ടെൻഷൻ ആവണ്ട, അനുവിനെ എന്തെങ്കിലും കാര്യം പറഞ്ഞു ഒന്ന് വിഷമിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ അവിടെ കോടതിയിൽ അവളുടെ വക്കീൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും അവൾക്ക് മറുപടി പറയാൻ സാധിക്കില്ല. അവളടുത്ത് ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചാന്നു, അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അവളൊന്ന് നന്നായിട്ട് കൊടയുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവള് തീർച്ചയായിട്ടും ബബ്ബബ അടിക്കും കോടതിയിൽ. അത്ര പേടി അവൾക്ക് കോടതിയും പോലീസുകാരൊക്കെ. അതുകൊണ്ട് അലോക് ഒരു കാര്യം ചെയ്യും, അവളോട് വളരെ മാന്യമായിട്ട് എന്നോട് ക്ഷമിക്കണം, ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, എന്നെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചു, ഇനി എനിക്ക് ഉപദ്രവിക്കാൻ വയ്യ, ഇതിനേക്കാൾ തന്നെ കൊന്നെടുത്തോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അതിൽ അവൾ വീഴും, അതോടെ ഫ്ലാറ്റ് എന്ന് പറയാണ്. അങ്ങനെ അലോക് അതുപോലെ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ പോലീസുകാർക്ക് പറയുന്നുണ്ട്, എനിക്ക് അനുവിനോടത്ത് ഒരു 2 വാക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പോലീസ് പറഞ്ഞു, അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, കോടതിയിലേക്ക് ഹാജരാക്കുന്ന പ്രതിനെ ഒരിക്കലും സംസാരിക്കാൻ സമ്മതിക്കില്ല. സാറും കൂടെ വന്നോ, എന്നിട്ട് ഞാൻ സംസാരിക്കണം, അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ അലോക് അനുവിന്റെ അടുത്തേക്ക് വരികയാണ്. അനുവിനോട് പറയുന്നുണ്ട്, അനു ഒരുപാട് ഞാൻ അനുഭവിച്ചു, നിന്നോട് ചെയ്തതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തെറ്റായി പോയെന്ന്. നീ എന്നോട് ക്ഷമിക്കണം അനു, നീ എന്നോട് ക്ഷമിച്ചാൽ മാത്രമേ എനിക്കിനി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇനി പോലീസുകാരെ ഇടിക്കാത്ത ഒരു ഭാഗം പോലും എൻ്റെ ശരീരത്തിലല്ല. അത്രമാത്രം എനിക്ക് ഈ 2-3 ദിവസം കൊണ്ട് ഞാൻ മാറിപ്പോയനു. 2-3 ദിവസമല്ല, 14 ദിവസം കൊണ്ട് ഞാൻ മാറിപ്പോയനു. ഭക്ഷണം പോലും എനിക്ക് തരുന്നുണ്ടായിരുന്നില്ല, എന്നെ ഇടിച്ച് ചതയ്ക്കുമായിരുന്നു. അവർക്ക് ആ ദേഷ്യം തോന്നുന്നതൊക്കെ ദേഷ്യമൊക്കെ എന്നോടാണ് തീർക്കേണ്ടായിരുന്നത്. അനു, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നിന്നോട് ചെയ്ത ഉപദ്രവങ്ങൾക്കൊന്നും ഒട്ടും കുറവല്ല ഈ ശിക്ഷ. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം അനു എന്നൊക്കെ പറയാണ്. അപ്പൊ ആര്യം പറയണ്ട, എടാ പോവാൻ നോക്കടാ, നീ ഇപ്പൊ നല്ല പിള്ളയായിട്ട് ചമനിട്ട് എൻ്റെ അനിയത്തിനെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കൊന്നും വേണ്ട. ഇവൾക്ക് ഉണ്ടായ ദുരനുഭവം ഇവൾ കോടതി തുറന്നു പറയുക തന്നെ ചെയ്യും, നിനക്ക് ശിക്ഷ വാങ്ങിച്ച് തരിക തന്നെ ചെയ്യും. എനിക്ക് കുഴപ്പമില്ല ആര്യ, ശിക്ഷ തന്നോട്ടെ, ഞാൻ ചെയ്തതിന്റെ തെറ്റിന് ശിക്ഷ തന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ മരണം ഏകദേശം എനിക്ക് മനസ്സിലായി. അതിന് മുമ്പ് അനുവിനടുത്ത് ഒരു സോറി പറയണമെന്ന് തോന്നി. സോറി അനു, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ അലോക് അപ്പുറത്തേക്ക് പോവാട്ടോ. അലോക് പോയി കഴിയുമ്പോഴേക്കും അനുവിന്റെ മുഖമൊക്കെ ആകെ മാറണം, വിഷമമൊക്കെ ആവാട്ടെ അനുക്ക്. അത് കാണുന്ന മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ അനു, അവൻ പറഞ്ഞൊന്നും നീ വിശ്വസിക്കല്ലേ, അവനെ പുതിയ ഇടവായിട്ട് വന്നിരിക്കുക, നീ വെറുതെ നിന്റെ മനസ്സൊന്നും മാറ്റാൻ നിൽക്കല്ലേ. ബാലൻ പറഞ്ഞു, മോളെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ഓർമ്മയുണ്ടല്ലോ. ശരിയച്ച എന്ന് പറയാണ്. അങ്ങനെ കോടതി കൂടാണ്. ആദ്യം അലോകിന്റെ വക്കീലാണ് വാദപ്രതിവാദങ്ങൾക്ക് മുന്നിൽ കയറി വരുന്നത് കേട്ടോ. അലോകയോട് കുറെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അലോക് വളരെ മാന്യമായിട്ടോ പാവത്താനെ പോലെ കള്ളമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അനുവിനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. പിന്നെ എപ്പോഴൊക്കെ ഒരു ദേഷ്യം വന്നുപോയി, അവൾ വേറെ കല്യാണം കഴിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യമായിരുന്നു, അല്ലാതെ അവളെ ചതിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചില്ല. അങ്ങനെയൊക്കെ കുറെയൊക്കെ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അനുവിനോട് കോടതിയിൽ ഒരുപാട് കാര്യങ്ങൾ വക്കീല് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അനു പെട്ടുപോകുക കേട്ടോ. അനുക്ക് പിന്നീട് എന്ത് പറയണമെന്ന് അറിയില്ല. അപ്പൊ അനുവിടെ മറുപടി ഒന്നും തൃപ്തികരമല്ലാന്ന് കോടതിക്ക് മനസ്സിലാവാണ്. അനു പറഞ്ഞതൊന്നും തൃപ്തികരമായിരുന്നില്ല, ഒരു മറുപടി തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഒന്നും തന്നെ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് കോടതി ഒരു തീരുമാനത്തിൽ അവസാനം എത്താണ്. അല്ല, ഈ 2 പേരെയും കോടതി കേസും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല,
കുറച്ച് നാളത്തേക്ക് നിരീക്ഷണത്തിലേക്ക് വിടാണ് കോടതി. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളാണ്. അതായത് നമ്മുടെ അലോക് പൂർണ്ണമായിട്ടും ഇതിന് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ തമിഴിൽ ഇങ്ങനെ തന്നെയാണ്, പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അലോക്. അങ്ങനെ കോടതിയിൽ നിന്ന് അലോക് സന്തോഷത്തോടെ ഇറങ്ങി പോവാണ്. പക്ഷെ അപ്പോഴും അനുവിനെ ദേഷ്യപ്പെടുത്താൻ പാടില്ല, കാരണം ഈ കേസും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് തനിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അനുവിന്റെ മനസ്സിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. അവളുടെ കൈയും കാലും പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ കേസിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അപ്പൊ അതിനു വേണ്ടി അലോക് പുറത്തിറങ്ങിയാൽ അലോകാണെങ്കിൽ അനുവിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം, ചെയ്ത തെറ്റുകൾക്ക് ഞാൻ അതിന്റെ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അലോകിന്റെ അഭിനയമാണെന്ന് ബാക്കി എല്ലാവർക്കും അറിയാം. പക്ഷെ അനുക്കും അറിയാം. പക്ഷെ അനുക്കൊരു പേടി, അലോക് എന്തിനു വീട്ടുകാരെ ചെയ്യുമെന്നൊരു ടെൻഷനേ ഉള്ളൂ അനുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അനു ഒരു തീരുമാനത്തിൽ എടുക്കുകയാണെങ്കിൽ കേസും കാര്യങ്ങളും ഒന്നും വേണ്ട, അവൻ അവന്റെ വഴിക്ക് പോട്ടെ. എന്തായാലും സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. അവൾ 10-14 ദിവസമാണെങ്കിൽ അവൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചല്ലോ, അത്രയും മതി അനു അങ്ങോട്ട് തീരുമാനിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു കേസും കാര്യങ്ങളും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു സംഭവം നടക്കുന്നത്. ഉദയഭാനു വീണ്ടും വരുവാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പൈസ മോഷ്ടിക്കാനായിട്ട്. അവിടെ ക്യാമറയിൽ അതായത് 2 പ്രാവശ്യം നമ്മുടെ ആനന്ദിന്റെ ക്യാമറയിൽ ഉദയഭാനു കിട്ടിയിട്ടുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് പൈസ മോഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരു ഭാഗം കിട്ടിയിട്ടില്ല. കാരണം ഉദയഭാനു വന്ന 2 സമയത്ത് പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉദയഭാനുക്ക് മനസ്സിലായിട്ട് ഏകദേശം ഏത് സമയത്താണ് പൈസ ഉണ്ടാവണേന്നും എപ്പോഴാണ് അടിച്ചു മാറ്റാൻ പറ്റണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉദയഭാനുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഉദയഭാനു പൈസ ഉള്ള സമയത്തും ദേവി ഒറ്റക്കുള്ള സമയത്തും അവിടേക്ക് അങ്ങോട്ട് വരുവാണ്. അവിടേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഉദയഭാനു കറക്റ്റ് ആയിട്ട് പൈസ അവിടെ നിന്ന് മോഷ്ടിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആനന്ദിന്റെ ഫോണിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനന്ദിന് ആ വലിയൊരു തെളിവ് കിട്ടി. നമ്മുടെ ധർമ്മൻ തെറ്റുകാരനല്ല, ധർമ്മൻ മോഷ്ടിച്ചിട്ടില്ല, ധർമ്മൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള വലിയൊരു തെളിവ്. ആ തെളിവായിട്ട് നമ്മുടെ ഉദയഭാനുവിന്റെ അടുത്തേക്കോ ബാലന്റെ അടുത്തേക്കോ അല്ല ആനന്ദ് പോണത്. ആദ്യം പോണത് നമ്മുടെ ധർമ്മന്റെ അടുത്തേക്കാണ്. ധർമ്മന് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാമന് നിരപരാധം തെളിഞ്ഞു മാമ, ഞാൻ ഈ സത്യം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പോവാണ്, യഥാർത്ഥ കള്ളനെ കിട്ടി മാമ എന്ന് പറയാണ് ആനന്ദ്. എടാ കാണിച്ചാടാ, ആരാടാ ശരിക്കും മോഷ്ടിച്ചത്, ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴേക്കും ഉദയഭാനു. അപ്പൊ ഇത് കാണുമ്പോൾ ധർമ്മന് സന്തോഷമൊന്നും ആവില്ല. കാരണം ഈ ഉദയഭാനു ആണ് കള്ളനെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുക, ദേവിക്കല്ല അതിന്റെ ദോഷം സംഭവിക്കുക, ദേവിക്കല്ല നാണക്കേട്. അപ്പൊ അതുകൊണ്ട് ധർമ്മം പറയാൻ പോണത് വേണ്ടടാ, ഇപ്പൊ നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, ദേവി ഒരു പാവമാണ്, അവളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതുകൊണ്ട് തന്നെ ആനന്ദ് ധർമ്മന്റെ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാണ്. അതുകൊണ്ട് ഈ സത്യങ്ങൾ മിക്കവാറും ആനന്ദ് ആരോടും പറയാൻ ചാൻസ് ഒന്നുമില്ല കേട്ടോ. ധർമ്മം പറയും, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഞാൻ ദേവമംഗലത്തേക്ക് വരണം, കൃഷ്ണമംഗലം ഉപേക്ഷിച്ച് അത്രയല്ലേ വേണ്ടു, അത് ഞാൻ വരാം, പക്ഷെ ഈ വീഡിയോ നീ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം, ഇത് ദേവിമോളെ ബാധിക്കുന്ന കാര്യമാണ്, ദേവിമോൾ ഒരുപാട് അനുഭവിച്ചു ഈ കാലത്തിനിടക്ക്, ഇനി ഇതുകൂടി ആ കുട്ടി അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മനായിട്ട് തന്നെ അതൊരു കോംപ്രമൈസിൽ എത്തിക്കാം കേട്ടോ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. എന്തായാലും ഈ ഒരു ഭാഗം വരാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.